എനിക്കിന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിന്നക്കനാൽ വരെ പോകേണ്ടിയുണ്ടായിരുന്നേ. അപ്പോൾ ലൂനയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് അവളെയും കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ. അവൾ പാക്ക് ചെയ്തത് ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ലൂനയെ സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അവളത് എൻജോയ് ചെയ്തേ. എൻ്റെ കൂടെ തന്നെ ട്രാവൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ കുഞ്ഞു ബാസ്ക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് അവളെ ആക്കിയിട്ട് അവളുടെ തിങ്സൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ട് അവളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മാക്സിമം കവർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. എങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. പിന്നെ നമ്മളെപ്പോഴും ഈ ലാക്കാട് വ്യൂ പോയിൻ്റ് അവിടെ വരുമ്പോൾ വീഡിയോസ് എടുക്കും, സെൽഫിയൊക്കെ എടുക്കുവേ. അപ്പോൾ അവളെ ഇന്ന് കൂട്ടിയിട്ട് അവളെയും കൂടെ സെൽഫിയൊക്കെ എടുക്കാമെന്ന് ഓർത്ത് ഇറക്കിയപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കാഴ്ച കാണുമായിരുന്നേ. ഇന്ന് നേരത്തെ വർക്കൊക്കെ തീർന്നതുകൊണ്ട് അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് തന്നെയാണ് കേട്ടോ ഓർത്തിട്ട് കൊണ്ടുപോയത്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയ ശേഷം അവിടെ കുറേ നേരം അവളുടെ കൂടെ കളിച്ചു കേട്ടോ. ഇത് സൂര്യനെല്ലി ചേച്ചിയുടെ വീടിനടുത്താട്ടോ. ഇവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. സൂര്യനെല്ലി ടൗൺ തന്നെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇപ്പം നമ്മുടെ ലൂനയ്ക്ക് 3 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവൾ ഓരോന്ന് ട്രെയിൻ ചെയ്താലേ അവൾ പഠിക്കുള്ളൂ എന്നോർത്ത് അവൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കുവാണേ. അവൾ എൻ്റെ അടുത്ത് മാത്രമേ ഇത്ര അടുപ്പമുള്ളൂ. വേറെ ആരെ കണ്ടാലും പോവില്ല. ആരോടും ഇണയത്തൊന്നുമില്ലായിരുന്നു. അവൾക്കിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾക്കത് മനസ്സിലാവുകയെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ചെന്ന് ഒളിഞ്ഞു നിന്നു. അപ്പോൾ അവൾ കുറേ നേരം എന്നെ തപ്പിയിട്ട് കുറേ നേരം ഇങ്ങനെ ഓടിച്ചാടി നടന്നേ, എന്നെ കാണാനില്ലെന്നും പറഞ്ഞ്. ശരിക്കും ഭയങ്കര സ്നേഹമാട്ടോ അവൾക്ക് എന്നോട്. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവനും ലൂനയുടെ കൂടെ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ലൂനയെ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.